ഉണർന്നു ഞാൻ നിന്നെ സ്തുതിച്ചിടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 37 സങ്കീർത്തനം 25 വാക്യം. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി, എന്നിട്ടും നീതിമാന്മാർ ഉപേക്ഷിക്കപ്പെടുന്നതോ അവരുടെ മക്കൾ അപ്പം യാചിക്കുന്നതോ താൻ കണ്ടിട്ടില്ല എന്ന് ദാവീദ് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഊന്നിപ്പറയുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളുടെ മധ്യത്തിലും ദുഷ്ടന്മാരുടെ വിപരീത സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ നീതി തിരിച്ചറിയുവാൻ ദാവീദിന് കഴിയുന്നു. ദൈവത്തോടൊപ്പം നടക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ സ്ഥിരമായ കരുതലിൻ്റെ തെളിവായി ദാവീദ് തൻ്റെ ദീർഘായുസ്സിനെ എടുത്ത് കാണിക്കുന്നു. പ്രിയ സ്നേഹിതരെ, സാഹചര്യങ്ങൾ അനിശ്ചിതത്വത്തിലായിരിക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ വിശ്വസനീയമായ സ്വഭാവത്തിലും കരുതലിലും വിശ്വസിക്കുവാൻ ഈ ഭാഗം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നാം നയിച്ചാൽ അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകളിലേക്കും ദൈവത്തിൻ്റെ പ്രീതിയും അനുഗ്രഹവും ലഭ്യമാകുമെന്ന് ഈ ഭാഗം നമുക്ക് ഉറപ്പ് നൽകുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ പ്രസാദിച്ച് വരും തലമുറകളിലേക്ക് നന്മ പ്രാപിപ്പാൻ എന്നെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.